ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ കറൻ്റ്ലി എൻ്റെ ഫേസ് നിറച്ച് പിമ്പിൾസ് ആണ്. ഈ ഒരു ഫേസിലാണ് ഞാൻ ഓൾറെഡി ഞാൻ ക്ലെൻസിങ്ങും ടോണറിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് ഇപ്പോൾ കറൻ്റ്ലി ഫുൾ പിമ്പിൾസിൻ്റെ മാർക്കാണ്, നല്ലോണം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ക്ലെൻസിങ്ങും ടോണറിങ്ങും കഴിഞ്ഞപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറേ ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഞാൻ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഇതാണ്. സോ ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തത്, കാരണം ഇതിൽ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. കുറേ ഇട്ടാൽ നല്ല വൈറ്റായിട്ടിരിക്കും. അതിന് കുറച്ച് അപ്ലൈ ചെയ്തുള്ളൂ. ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല, ബിക്കോസ് നെക്കാരും കാണുന്നില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഭയങ്കര വൈറ്റ് കാസ്റ്റാണോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നു. പ്രൈമർ ഇത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമറാണ്. ഈ ബാൻഡിയാണ്. ഇതിന് വലിയ റേറ്റൊന്നുമില്ല. സോ ഇതൊക്കെ തീരാറായിട്ടോ, കാരണം ഡെയിലി യൂസ് ചെയ്ത് ഞാൻ എടുക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല. പ്രൈമറൊക്കെ നമ്മൾ കുറച്ച് എമൗണ്ടിൽ അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷൻ ക്രാക്കായ പോലെ ഇരിക്കും. ഇനി ഫുള്ള് കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിമ്പിൾസിന് മാർക്കൊക്കെ നല്ലോണം എടുത്ത് കാണാം. നിറച്ച് പിമ്പിൾസ് ആയിരുന്നു. ഇപ്പോൾ പിമ്പിൾസ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഏത് സിറം യൂസ് ചെയ്തെന്നൊക്കെ ഉള്ളത് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ദെൻ ഞാൻ BB ക്രീം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷന് മുന്നായിട്ട് കുറച്ച് BB ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു എമൗണ്ടിൽ. ഇത്ര ഉള്ളൂ കേട്ടോ. പിമ്പിൾസും ക്രീം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് പിമ്പിൾസ് അവിടെ ഇരിക്കട്ടെ, അതുകൊണ്ട് അതിനെ അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഷോപ്പാരലിൻ്റെ ഫൗണ്ടേഷൻ. ഇത് ചെറിയൊരു എമൗണ്ടിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് സംഭവം ഇത് യൂസ് ചെയ്ത് പല തവണയായിട്ട് ഈ ബോട്ടിൽ പുറത്ത് നല്ലോണം ചാടിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ടൈമിലൊക്കെ മാക്സിമം അത് തീർക്കാൻ നോക്കുന്നത്. ഈ ക്യാപ്പിലൊക്കെ നല്ലോണം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഇത്ര ആണെങ്കിൽ എനിക്ക് ക്യാപ്പിന് കിട്ടിയതാണ് കേട്ടോ. ഈ ബോട്ടിലിൻ്റെ പുറത്തുള്ളതാണ്. സംഭവം ഞാൻ എടുത്തിട്ട് പെട്ടെന്നുള്ള ധൃതിയിലൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ പറ്റുന്നതാണ്. ഞാൻ ഇത്ര എമൗണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ബ്ലാക്ക് നല്ല തിക്കായിട്ടുള്ളതാണ് കുറച്ച്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ അപ്ലൈ ചെയ്താൽ ഒരുപാടാവും. സോ കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതന്നെ കുറച്ച് കൂടിപ്പോയി. ഇതിന് കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ തന്നെ പിമ്പിൾസ് മാഞ്ഞാൽ മതി.
തന്നെ കുറച്ച് കൂടിപ്പോയി ഗൈസ്. ഇത് തന്നെ കൂടിപ്പോയി. ഓ ഓക്കെ, അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്, വലിയ റേറ്റ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഓഫറിന് കിട്ടിയതിൽ 1000 സംതിങ്ങിന്. അപ്പോൾ പിമ്പിൾസ് ഒക്കെ അത്യാവശ്യം നല്ലോണമായി. നമ്മൾ കറക്റ്റർ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ കറക്റ്ററോ കൺസീലറോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഫൗണ്ടേഷൻ നല്ല തിക്കുള്ളതുകൊണ്ട് മാക്സിമം അതിനൊക്കെ കവറേജ് തരുന്നൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഐബ്രോ. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് അനസ്തേഷ്യൻ്റെ ഒരു ഇതാണ്. ഇതൊരു ചെറിയ എമൗണ്ട് എടുത്താൽ മതി കേട്ടോ, കാരണം അത് ഓരോരുത്തർ എൻ്റെ ഐബ്രോസ് ഓൾറെഡി കുറച്ച് ഡാർക്കുണ്ട്. അപ്പോൾ കുറച്ച് ഏറെ ആയാൽ നല്ല ബോറായിരിക്കും. സോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഐബ്രോ ആണ്. അപ്പോൾ അനസ്തേഷ്യയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പിന്നെ അതിൻ്റെ ഒരു ഫാൻ കേസ്. അപ്പോൾ ഇതിൻ്റെ ബാഗ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ. സംഭവം ഇങ്ങനെ കൈ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് ഇത് കുറച്ചായിട്ട് ഇതിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ടൈറ്റിന് വേണ്ടി കഴിച്ചു കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ലൈനറിൻ്റെ നിപ്പൊക്കെ പോയി. ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നൈക്കാൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ സോറി, തീരാറായി കഴിച്ചു. ഒരു ലാക്മി ഫോറവറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു കിസ് ലിക്വിഡ് മെറ്റ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക്. ഇത് നല്ല ലാസ്റ്റിംഗ് ആണ്, ഫുഡ് കഴിച്ചാൽ പോലും പോയില്ല. അത് ജസ്റ്റ് ഒരു 1 ഡ്രോപ്പ്. നമുക്ക് ഈ എലഫിൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഈ എലഫിൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അയ്യോ, ഞാൻ മസ്കാര ഇടാൻ മക്കൾ കണ്ണ് ഞാൻ എഴുതാറില്ല, അവിടെ ഒരു കണ്ണ് എഴുതില്ല. ഇനി ഒരു മാർസിൻ്റെ മസ്കാര ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് താഴെ ചെയ്യുന്നത് ഇഷ്ടമല്ല ഗൈസ്. ഇനി ഈ എലഫിൻ്റെ ഒരു ബ്ലഷ്. ഇത് കറക്റ്റ് പിങ്ക് ഷെയ്ഡല്ല, ഒരു ബ്രൗൺ റെഡ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. ബട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശരിയായിക്കോളും.
ഞാൻ ആ ബ്ലെൻഡ് ചെയ്തത് കൊണ്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ടോ. ചിലപ്പോൾ കണ്ണിൻ്റെ അവിടെ നല്ല വെള്ളറി ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡ്രോ. ദിസ് ഈസ് ഫൈനൽ. നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് തരാം. കമോൺ. ഫൈനലി ഞാൻ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം. സോ കോസ്റ്റ്യൂമിൻ്റെ ഫുൾ ലുക്ക് കാണണമെന്നുള്ളവർ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ബൈ.